ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ 5:30 മണിയായി. ഇത്രയും ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളും കുറച്ച് തിരക്കും അങ്ങനെ മറ്റ് പല പല കാര്യങ്ങളുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. എണീക്കണേ. അയ്യടി കുട്ടെ 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 കുട്ടെ. ഈ പശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ഇവളുടെ കറവയുടെ വീഡിയോകൾ ഞാനിപ്പോൾ ഇതിൽ കൂടി തന്നെ ഇടാം. ഇവിടെ നിന്ന പശുവാണ്. കണ്ണന്താടിയിൽ വിളകളും ഇളക്കം വരുന്നു. ഇവളുടെ വീഡിയോയ്ക്ക് ഉപയോഗം ഉണ്ട്. ഇത് നമ്മുടെ കല്യാണിയുടെ കുട്ടി. ഇപ്പോൾ കാണിച്ചു തരാമേ എന്താ പരിപാടി. ഇവിടെ കേട്ടോ, ഇതാണ് പരിപാടി. കിട്ടിക്കുന്നുണ്ടോ? രാവിലെ ആയതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിക്കാൻ പഠിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:05 ആയി. ഇപ്പോൾ നമുക്ക് 3 പശുക്കളേ ഉള്ളൂ, പിന്നെ 2 കുട്ടികളും. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മ ഹോസ്പിറ്റലായിട്ട് നിൽക്കുവാണ്. ഉമ്മയുടെ ഉമ്മക്ക് വയ്യാണ്ടായി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാനാണ് ഡ്യൂട്ടി. കുറച്ച് ദിവസം കൊണ്ട് എനിക്കാണ് ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. ഇന്ന് മാക്സിമം ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കി ഇടാം കേട്ടോ.
പല പല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനിയത്തി വന്നിട്ടുണ്ട്, ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആളുടെ ഡെലിവറി കാര്യങ്ങൾ, അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് പുള്ളിക്കാരിയുടെ കാര്യം. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് നമ്മളിങ്ങനെ പല 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 കാര്യങ്ങൾ ഹോസ്പിറ്റലിലോട്ടാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്ത കേട്ടോ. ഇനി മോനെ സ്കൂളിൽ വിടണം. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എന്താ, പാല് കൊണ്ടുവയ്ക്കലാണ് അടുത്ത ജോലി. അതാണ് ഇച്ചിരി പണി പിടിച്ച ജോലി. അതിനുശേഷം എന്താ, മോനെ സ്കൂളിൽ വിടണം. മോനെ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പോവും, ചിലപ്പം കുഞ്ഞുമ്മ പോവും. പിന്നെ ഇങ്ങനെ ഓരോരോ ഡ്യൂട്ടി തന്നെ. പിന്നെ ഒരു 9-10 മണി കഴിയുമ്പോഴത്തേക്ക് മാമനത്തായും മാമനമ്മയും കൂടെ വരും. രാവിലെ പോകണോ? അങ്ങോട്ട് പോയി. നമ്മുടെ ടർക്കി ആശാനിനി ഒരാളേ ഉള്ളൂ കേട്ടോ. ആൾക്ക് കൂട്ടൊരു പെൺമയിലാണ്. മറ്റേ ടർക്കി ഭയങ്കര കൊത്തായിരുന്നു, അതുകൊണ്ട് നമ്മൾ കൊടുത്തു. കൊച്ചിനെയൊക്കെ ഭയങ്കരമായിട്ട് കൊത്തും ബഹളവും. ഇവളപ്പുറത്തെ ഒരു വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ഡോഗാണ് കേട്ടോ. രാവിലെ എന്നും വരെ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും പോകും. അങ്ങനെ താറാവ് ഇവിടുന്ന് ബഹളം വെക്കണം. ആള് വയറൊക്കെ ഇരിക്കുന്നുണ്ട്. പേടിക്കണ്ട, പേടിക്കണ്ടേ നീ വരുന്നല്ല അവിടെ പട്ടിപ്പട്ടി ചന്തയ്ക്ക്. എങ്ങനെയില്ല ഇനി അതിവിടുന്ന് പോകുന്ന ഇതാണ് ബഹളം. ഇനി മോൻ സ്കൂളിൽ പോവേണ കേട്ടോ. കയ്യിൽ പിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ തടത്തിൻ്റെ അപ്പുറത്ത് ഉണ്ടല്ലോ, അവിടെയാണ് വണ്ടി വരുന്നത്. ഇന്നത്തെ ദിവസം യൂണിഫോമാണ്. ആൾക്ക് ചെറിയ വാശി, ഇന്ന് കളർ ഡ്രസ്സ് ഇടുള്ളൂന്ന്. പിന്നെ രാവിലെ ഇട്ട് കരയിച്ച് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. ആള് നെട്ടൂർ CQ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂളിലോട്ടാക്കി. പക്ഷെ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും ഇതൊക്കെ ആയി തുടങ്ങി. മറ്റേത് ആരെങ്കിലും വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ, വീട്ടിലുള്ളവരല്ലാതെ വേറൊരാളെ വീട്ടിലുള്ളവരെ കണ്ടാലും കരയുന്ന ടൈപ്പായിരുന്നു. ഇപ്പോൾ ആൾ നല്ല ഓക്കെ ആയി. അതെന്നാ ടോക്കൺ ബാ കൈ ഇതിലൂടെ പോന്നാ. പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി പാലുകൊണ്ടെടുത്ത് പിന്നെ മോനെ അങ്ങോട്ടാക്കണം. അപ്പോഴത്തേക്ക് ചക്കയ്ക്കാണോ ചക്ക പറിക്കാനായിട്ട് അതിന് അത് പറിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ദാ ബാഗ്. യാമി ടാറ്റാ. അപ്പോൾ യാമറിനെ വിട്ട് യാമർ പോയി. ബാക്കി പണികളുണ്ട് വീട്ടിൽ. ചക്ക എടുക്കാൻ ആൾ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കട്ടെ. ഇത് 8 ചക്ക, ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ബാക്കി വീഡിയോ ഞാൻ അടുത്ത ഒരിതായിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.